മതഭൗതിക സമുന്നയ വിദ്യാഭ്യാസമാണെങ്കിലും മറ്റേത് രീതിയിലാണെങ്കിലും ഇന്ന് പള്ളിയിലും സമുന്നയ വിദ്യാഭ്യാസത്തിൻ്റെ ഒരു രീതിയാണ് നമ്മളൊക്കെ കണ്ടുവരുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിന് അനുസരിച്ചുള്ള അപ്ഡേഷനുകൾ അതിലൊക്കെ ആകേണ്ടി വന്നിട്ടുണ്ട് എന്ന് പണ്ഡിതന്മാരൊക്കെ കണ്ടറിഞ്ഞതുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു രീതിയിലേക്കൊക്കെ ഇന്ന് നമുക്ക് മാറേണ്ടി വന്നത്. അൽഹംദുലില്ലാ, ആദരണീയരായ ശൈഖുനാ അവറുകളുടെ ദർസ് അതൊരു പ്രത്യേക അനുഭൂതി നമുക്കൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. ആ ഒരു രീതിയിലായിരുന്നു ശൈഖുനാ അവറുകളുടെ ശിക്ഷണം. നല്ല ഒരു മാർഗത്തിലൂടെ തൻ്റെ വിദ്യാർത്ഥികളെ വഴി നടത്തുക എന്ന ഒരു സതുദ്ദേശത്തോടു കൂടെയുള്ള വളരെ ചെറുപ്പത്തിൽ തന്നെ ശൈഖുനാ അവറുകൾ അങ്ങനെയുള്ള ഒരു പക്വത പ്രാപിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അതൊക്കെ നേരത്തെ കണ്ടറിഞ്ഞുകൊണ്ട് അത്തരത്തിലുള്ള രീതി ചിട്ടപ്പെടുത്തിക്കൊണ്ട് തൻ്റെ വിദ്യാർത്ഥികളെ അങ്ങനെ തന്നെ ശൈഖുനാ വളർത്തിയെടുത്തു. ആദരണീയരായ ശൈഖുനാ മൂര്യാട് ഉസ്താദ് അവറുകളുടെ ശിക്ഷണത്തിൽ എങ്ങനെയായിരുന്നോ ശൈഖുനാ വളർന്നത്, ആ ഒരു രീതിയിലാണ് നമ്മളെയും വളർത്തുന്നത് എന്ന് ഞാനൊക്കെ മനസ്സിലാക്കിയത് അങ്ങനെയാണ്. ശൈഖുനാ മൂര്യാട് ഉസ്താദ് അവറുകളുടെ ദർസിൽ നിന്ന് പഠിക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായിട്ടില്ല എങ്കിൽ പോലും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇന്നും ഈ മഹത്തായ പ്രസ്ഥാനം, ഈ മഹത്തായ ദർസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പഠിക്കുന്ന കാലം 1987 ശൈഖുനാവയുടെ കൂടെ ഞാൻ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 87 മുതൽ 89 ലാസ്റ്റ് വരെയും ശൈഖുനായുടെ കൂടെയാണ് ഞാൻ ലാസ്റ്റ് പഠിച്ചത്. അതൊരു വ്യത്യസ്ത അനുഭവമായി. ആ ഒരു 2 വർഷം, ഒരു 10 വർഷത്തിൻ്റെ അത്രയും ഉള്ള ഒരു മേനി എനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. അത് എന്നിൽ എത്രമാത്രം പ്രതിഫലിച്ചു, ഞാൻ വലിയൊരു മഹത്തായ സ്ഥാനത്ത് എത്തി എന്നൊന്നുമല്ല പറഞ്ഞു വരുന്നത്, പക്ഷേ അത്രമാത്രം അത് സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട് എന്ന് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ എടുത്തു പറയുകയാണ്. വിദ്യാർത്ഥികൾ വഴിതെറ്റാതെ നല്ല രീതിയിൽ ചിന്താഗതിയും കാര്യങ്ങളുമൊക്കെ അതേ രീതിയിൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോകണമെന്നുള്ള കണിശമായ ആ ഒരു ശിക്ഷണം വിദ്യാർത്ഥികൾക്ക് ഉസ്താദ് അന്ന് തന്നെ നൽകി വന്നു. അതുകൊണ്ട് തന്നെ ആദർശപരമായും ജീവിത ചിട്ടയിലും ഒക്കെ വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ തന്നെ മിക്കവാറും പേര് എന്നെപ്പോലുള്ള അല്ലറ ചില്ലറ ആളുകൾ വെച്ചാൽ മറ്റുള്ളവരൊക്കെ അതേ ഒരു ചര്യയിൽ തന്നെ മുന്നോട്ട് പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഉ, ഇതാണ് എൻ്റെ ഋജുവായ പാത, എൻ്റെ ചൊവ്വായ പാത, ആ പാതയെ നിങ്ങൾ അനുധാവനം ചെയ്ത് മുന്നോട്ട് പോകണം. വലാ തത്തബിഉ സുബുല, അള്ളാഹുവിൻ്റെ റസൂൽ ഒരു നേർരേഖ വരച്ചുകൊണ്ട് പിന്നീട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അതിൻ്റെ ക്രോസിൽ കുറേ വരകളിട്ടുകൊണ്ട് ഇതൊക്കെ സുബുലുകളാണ്, ഇതൊക്കെ വഴികൾ തന്നെയാണ്, പക്ഷേ ഈ വഴികളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ നിങ്ങളുടെ അപഥസഞ്ചാരമായിരിക്കും അത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ഫതഫറഖ ബികും അൻ സബീലി, അപ്പോൾ പിശാച് കയ്യേറിക്കൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വേർപ്പെടുത്തി കളയുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ താക്കീത് ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് പിന്നീടുള്ള ഉലമാക്കൾ, അള്ളാഹുവിൻ്റെ റസൂൽ അവർക്ക് ശിക്ഷണം നൽകിയതുപോലെ പിന്നീടുള്ള ഉലമാക്കൾ ആ ഒരു പാത കൈവടിയാതെ മുന്നോട്ട് പോകാൻ അവർ കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഇന്ന് നമ്മൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയിലൂടെയും മറ്റുമൊക്കെ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള ആദർശ വ്യതിയാനത്തിലേക്ക് പോകാതെ, സുബിലിലേക്ക് പോകാതെ സബീലിൽ തന്നെ അടിയുറച്ചുകൊണ്ട് നിൽക്കുക എന്നുള്ള ഒരു കണിശമായ ഒരു തീരുമാനം പണ്ഡിതന്മാരൊക്കെ മുറുകെ പിടിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മളെ കേരളത്തിൽ ഇത്രമാത്രം ദീന് വഴിപിഴക്കാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കാൻ നമുക്കാകുന്നത് എന്ന് ഇവിടെ വെച്ച് നമുക്ക് മനസ്സിലാക്കാം.
അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത്, ശരിയായ മാർഗത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ച മാർഗത്തിലൂടെ കൊണ്ടുപോവുക എന്നുള്ളത് തന്നെയാണ് ഈ പള്ളി ദർസുകളും അതേപോലെ മഹാനായ ഉസ്താദ് അവറുകളുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു രീതിയിൽ നമ്മളൊക്കെയും മുന്നോട്ട് പോകാൻ തയ്യാറാകണം. മഹാന്മാരായ സഹാബത്തും താബിയുകളും താബിയുകളും നമുക്ക് കാണിച്ചു തന്ന ആ ഒരു പന്താവിലൂടെ മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം. മഹാന്മാരെ സ്നേഹിച്ചുകൊണ്ട്, മഹാന്മാരെ ആദരിച്ചുകൊണ്ട്, അവരെ ബഹുമാനിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്ക് സാധിച്ചാൽ നമ്മുടെ ഇരുലോക വിജയം കരഗതമാവുമെന്ന് നമ്മുടെ മശായിഖന്മാരുടെ ജീവിതത്തിലൂടെ, അവരുടെ വഫാത്തിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. എത്ര ഉന്നതിയിലെത്തിയാലും നമ്മളൊക്കെയും ഇനിയും പോരാ എന്നുള്ള ചിന്ത എപ്പോഴും, വിജ്ഞാനമാണെങ്കിലും ഹിദായത്താണെങ്കിലും തഖ്വയാണെങ്കിലും കൂടുതൽ കൈവരിക്കാൻ എനിക്ക് സാധിക്കണമെന്നുള്ള ഒരു നല്ലൊരു മനസ്സോടുകൂടെ നമ്മളെപ്പോഴും ആകണം. അതായിരുന്നല്ലോ മഹാനായ ഇമാമുന ഷാഫി റഹ്മഹുല്ല. എത്ര വലിയ മഹത്വം നേടിയ മനുഷ്യനാണ് ഇമാമുന ഷാഫി റഹ്മഹുല്ല. മഹാനവറുകൾ മഹാന്മാരെ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് വിജയം കരഗതമാവുകയുള്ളൂ എന്ന് നമ്മെ ശരിക്കും ജീവിതത്തിലൂടെയും അവിടുത്തെ വാക്യങ്ങളിലൂടെയും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒരവസരത്തിൽ മഹാനവറുകൾ പാടുകയുണ്ടായി, ഹിബ്ബുസ്സാലിഹീന വലസ്തു മിൻഹും ലഅല്ലി അൻ അനാല ബിഹിം ഷഫാഅ. ഞാൻ സാലിഹീങ്ങളെ ഇഷ്ടപ്പെടുന്നു, പക്ഷേ ഞാനതിൽ പെട്ടതല്ലെങ്കിലും. ഇത്രമാത്രം തവാളുവോടുകൂടെയാണ് ഇമാമുന ഷാഫി റഹ്മഹുല്ലാ അതൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. ലഅല്ലി അൻ അനാല ബിഹിം ഷഫാഅ, അവരിലൂടെ എനിക്ക് ശിഫാർസ കിട്ടിയേക്കാം എന്ന് മഹാനവറുകൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിലൂടെ നമ്മൾ മുന്നോട്ട് പോകണം. മഹാനായ ഉസ്താദ് അവറുകൾ നമുക്ക് കാണിച്ചു തരുന്നതും ആ ഒരു തവാളുവും ആ ഒരു രീതിയുമാണ് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഈ സെഷൻ നന്നായി ശ്രദ്ധിക്കാൻ നാം ഓരോരുത്തരും തയ്യാറാവണം. എന്നുമല്ല, ഈ പരിപാടി കഴിയുന്നതുവരെ എല്ലാവരും വളരെ സാകുതം ശ്രവിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് മഹാനായ നമ്മളുടെ ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ കൂടിയായ മൗമൂൻ ഹുദവി വണ്ടൂർ അവറുകളെ ഉദ്ഘാടനത്തിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി ജല്ല വഅല ഖലഖൽ അർള വസ്സമാവാതിൽ ഉലാ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിനിൽ മബ്ഊസ് ഇലാ കാഫത്തിൽ ഖൽഖി റസൂല وعلى آله وأصحابه الذين بذلوا لله نفوسا وأموالا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين جاهدوا فينا لنهدينهم سبلنا. സ്വദഖല്ലാഹുൽ അലിയുൽ അളീം. ആദരണീയരായ അധ്യക്ഷൻ, നമുക്കേവർക്കും പ്രിയങ്കരനായ മീറാൻ ദാരിമി ഉസ്താദ്, മദ്ഹബുകൾ ഒരു വിശകലനം എന്ന ഈ സെഷനിലെ കാതലായ കാര്യം, മർമ്മപ്രധാനമായ വിഷയം അവതരിപ്പിക്കുന്നതിനായി കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സമാദരണീയരായ KC മുഹമ്മദ് ഫൈസി ഉസ്താദ്, മഹത്തായ ഈ വേദിയിലും സദസ്സിലും സാന്നിധ്യം കൊണ്ട് അനുഗ്രഹിക്കുന്ന, അലങ്കരിക്കുന്ന, ഞാനേറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന പണ്ഡിത ശ്രേഷ്ഠർ,
മുതഅല്ലിമീങ്ങൾ ഈ മഹല്ലിൻ്റെയും പരിസര പ്രദേശങ്ങളുടെയും സാരഥികൾ, ഭാരവാഹികൾ, പ്രവർത്തകർ, സർവശക്തനായ അല്ലാഹു നാളെ ആഖിറത്തിലേക്കുള്ള ഒരു പാഥേയമായി 6 അടി മണ്ണിൽ ആനന്ദമേകുന്ന ഒരു അമലായി നമ്മുടെ ഈ ഒത്തുചേരൽ സ്വീകരിക്കട്ടെ. വറവു ചട്ടി പോലെ ചുട്ടുപൊള്ളുന്ന അറേബ്യൻ മരുപ്പറമ്പുകളെ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് പൂക്കളും പൂമ്പാറ്റകളും നിറഞ്ഞു നിൽക്കുന്ന ജലധാരകൾ തണുപ്പ് നൽകുന്ന മനോഹര പൂങ്കാവനങ്ങളാക്കി മാറ്റിയ ആധുനിക ഭരണാധികാരികളെ സംബന്ധിച്ച്, അറബ് ഭരണാധികാരികളെ സംബന്ധിച്ച് വളരെ അതിശയത്തോടുകൂടെ ലോകം ചർച്ച ചെയ്യുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ ഈ കളരാന്തിരിയിലും അതുപോലെ ഇതിനു മുമ്പ് പൂനത്തും പുല്ലൂരിലുമൊക്കെ ദർസ് നടത്തുക വഴി മഹാനായ ഷെയ്ഖുന ഉസ്താദ് അവർകൾ സൃഷ്ടിച്ചെടുത്ത ഒരു ചരിത്രം അതിനേക്കാൾ അത്ഭുതകരമായ ഒരു അധ്യായമാണ് എന്നതാണ് സത്യം. ബഹുമാനപ്പെട്ടവർ ഏതൊരു പ്രദേശത്ത് സേവനമനുഷ്ഠിച്ചാലും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ആ നാടിൻ്റെ ഒരു സുഹൃതമായി, ആ നാടിൻ്റെ ഒരു സൗന്ദര്യമായി, ആ പ്രദേശത്തിൻ്റെ ഒരു സാഫല്യമായി മാറുന്ന വലിയ അത്ഭുതകരമായ അനുഭവങ്ങൾക്ക് നാം ഒക്കെയും സാക്ഷികളാണ്. ഈ പ്രദേശം ഇന്ന് കേരളത്തിനകത്തും പുറത്തുമുള്ള എത്രയെത്രയോ മനുഷ്യരുടെ, ആയിരക്കണക്കായ പണ്ഡിതന്മാരുടെ, സാധുക്കളുടെ, സാധാരണക്കാരുടെ ശ്രദ്ധാകേന്ദ്രമായി മാറി. ലോഗ് ആയേങ്കെ ഖുശ്ബൂ കി തൊറഫ്, സുഗന്ധമിരിക്കുന്നത് ഏതു കൊടും കാട്ടിലാണെങ്കിലും ലോകം ആ സുഗന്ധം അന്വേഷിച്ചുകൊണ്ട് എത്തുക തന്നെ ചെയ്യും എന്ന ഇഖ്ബാലിൻ്റെ വാക്കുകളെ അന്വർത്ഥമാക്കുകയാണ് മഹാനായ ഷെയ്ഖുന ഉമർ ഉസ്താദ് ഇവിടെയും നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത്. അള്ളാഹു അവിടത്തേക്ക് പരിപൂർണമായ ആഫിയത്തോടുകൂടെ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ആ വെളിച്ചവും തണലും തണുപ്പും ഒരുപാട് കാലം ആസ്വദിക്കാൻ, അനുഭവിക്കാൻ ഈ ഉമ്മത്തിന്, വിശേഷിച്ച് നമുക്കെല്ലാവർക്കും തൗഫീഖ് ഉണ്ടാവട്ടെ എന്നീ സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ആദർശം എന്ന് പറയുന്ന വളരെ സുപ്രധാനമായ ഒരു സെഷനിലാണ് നാം ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ആരാണ്? സുന്നത്ത് ജമാഅത്തിൻ്റെ ആശയാദർശങ്ങൾ എന്താണ് എന്നതിനെ സംബന്ധിച്ച് നമ്മുടെ മുഖ്യധാര ചർച്ചകളിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. പൊതു ചർച്ചകൾ, പ്രത്യേകിച്ച് ചാനലുകളിലൊക്കെ നടക്കുന്ന ഇന്നത്തെ ചർച്ചകൾ ശ്രദ്ധിച്ചാൽ അവർ സാധാരണ പറയുന്ന ഒരു കാര്യം, മുസ്ലിമീങ്ങൾ 2 വിഭാഗം, സുന്നികളും ഷിയാക്കളും. ആ പറയപ്പെടുന്ന സുന്നികളിൽ നാം ഇവിടെ ചർച്ച ചെയ്യുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശം അനുസരിച്ച് ജീവിക്കുന്നവർ മാത്രമല്ല, അഹ്ലുൽ ബിദ്അത്തി വൽ ളലാലത്തും ഈ ചാനലുകാർ പറയുന്ന സുന്നികൾ എന്ന ഗണത്തിൽപ്പെടുന്നവരാണ്. എത്ര വലിയ അബദ്ധമാണത്! അതൊരു വലിയ വിരോധാഭാസമായിട്ട് നമുക്ക് എപ്പോഴും തോന്നുന്ന ഒരു കാര്യമാണ്.
ചില ആളുകൾ പറയുന്നത് ഇസ്ലാമിൽ ഒരുപാട് ഉപവിഭാഗങ്ങളുണ്ട്, ആ ഉപവിഭാഗങ്ങളിൽ താരതമ്യേനെ കുറച്ച് ശക്തിയുള്ള, കരുത്തുള്ള, പ്രബലരായ ഒരു വിഭാഗമാണ് സുന്നികൾ എന്ന രീതിയിലാണ്. അതും യഥാർത്ഥത്തിൽ വാസ്തവ വിരുദ്ധമായ ഒരു പ്രസ്താവനയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആശയം എന്ന് പറയുമ്പോൾ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമിൻ്റെ തനതു രൂപമാണത്. വളവും തിരിവുമില്ലാത്ത, കലർപ്പും കളങ്കവും ബാധിക്കാത്ത, മാലിന്യങ്ങളോ സംശയങ്ങളോ കൂടിച്ചേരാത്ത ഏറ്റവും ഋജുവായ പാത, ദീനുൽ ഇസ്ലാമിൻ്റെ ശരിയായ മാർഗം, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശം. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹഫിൻ്റെ പ്രാരംഭത്തിൽ തന്നെ അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് എന്ന് പറഞ്ഞതിൻ്റെ ശേഷം വലം യജ്അൽ ലഹു ഇവജ, അതിന് വളവുകളില്ല, ഖയ്യിമ, ഒരു വിശേഷണം പറഞ്ഞ് രണ്ടാമതും പറയുകയാണ്, വളവുകളില്ലാത്ത ഗ്രന്ഥം, വളവുകളില്ലാത്ത ആശയം, വക്രതകളില്ലാത്ത ആദർശം എന്ന് പറഞ്ഞതിന് ശേഷം ഖയ്യിമ, ശക്തമായി നിൽക്കുന്ന, നേരായി നിൽക്കുന്ന എന്ന് വീണ്ടും പറഞ്ഞിരിക്കുന്നു. അതിനെപ്പറ്റി പണ്ഡിതന്മാർ ചർച്ച ചെയ്തു. വക്രതയില്ലാത്ത, വളവുകളില്ലാത്ത മാർഗം എന്ന് പറഞ്ഞാൽ അതോടുകൂടെ തന്നെ ആശയം പൂർണ്ണമാണ്, അത് നേരായ പാതയാണെന്ന് വ്യക്തമാണ്. പിന്നെ എന്തിനാണ് വീണ്ടും വളവുകളില്ലാത്തതും നേരായതും എന്ന് രണ്ടാമത് പറയേണ്ട കാര്യം? മഹാനായ ഇമാം നസഫി റളിയല്ലാഹു തആല അൻഹുവിനെ പോലെയുള്ളവർ അവരുടെ തഫ്സീറുകളിൽ അതിനെ സംബന്ധിച്ച് ചർച്ച ചെയ്തു. വളവുകളില്ല എന്ന് നാം സാധാരണ പറയുന്ന പലതും സൂക്ഷ്മമായി പരിശോധിച്ചാൽ അതിലൊരുപാട് വളവുകളുണ്ടാവും. ഇപ്പോൾ കൊടുവള്ളിയിലേക്ക് എങ്ങനെ പോകാം എന്ന് ചോദിച്ചാൽ ഈ മുറ്റത്ത് നിന്ന് പുറത്തിറങ്ങി വലത്തോട്ട് തിരിഞ്ഞ് നേരെ പോവുക എന്ന് പറയും. അപ്പോൾ ഇടയ്ക്കുള്ള വളവും തിരിവും ആര് ശരിയാക്കും? അങ്ങനെ ഒരു ചോദ്യം ഉണ്ടല്ലോ. നേരെ പോവുക എന്ന് പറഞ്ഞാലും സൂക്ഷ്മാർത്ഥത്തിൽ അതിന് വളവുകളും തിരിവുകളും കാണും. പരിശുദ്ധമായ ഖുർആൻ വിഭാവനം ചെയ്യുന്ന ആദർശം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ആദർശം, അത് വളവുകളില്ല എന്ന് പറയുന്നത് ഒരു നാടൻ പ്രയോഗമല്ല, ആലങ്കാരികമായ പ്രയോഗമല്ല. സൂക്ഷ്മമായി പരിശോധിച്ചാൽ പോലും, മഷിയിട്ട് തെരഞ്ഞാൽ പോലും അതിന് ഒരു വക്രതയും കാണാൻ സാധ്യമല്ല. അത് ശരിയാം വണ്ണം നേരായ പാതയാണ്. അതുകൊണ്ടാണ് വലം യകുല്ലഹു ഇവജ എന്നതിന് ശേഷം ഖയ്യിമ എന്ന് രണ്ടാമതും പറയുന്നതിൻ്റെ കാര്യം എന്ന് ഇമാം നസഫി റളിയല്ലാഹു തആല അൻഹു വിശദീകരിച്ചിട്ടുണ്ട്. അതൊരു വലിയ സത്യമാണ്. വിശുദ്ധ ദീനിൻ്റെ തനതു രൂപം സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിൻ്റെ അരികിൽ സ്വീകാര്യയോഗ്യമായ ഒരേ ഒരു പാത അതുമാത്രമാണ്. അനേകം പാതകളിൽ കുറച്ചാൾ കൂടുതലുള്ള പാത മാത്രമല്ല അത്. അങ്ങനെ അതിനെ നിസ്സാരവൽക്കരിക്കാൻ പാടില്ല. സത്യത്തിൻ്റെ ഏക മാർഗമാകുന്നു സുന്നത്ത് ജമാഅത്ത് എന്ന് പറയുന്ന ആദർശം. ഈ പ്ലാറ്റ്ഫോമിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകൾ ഒരിക്കലും ഇതിനേക്കാൾ ഭേദപ്പെട്ട ഒരു മേഖലയിലേക്ക് എത്തുന്നില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അതെങ്ങനെ വ്യക്തമാകും? ഇസ്ലാമികമായ ആദർശങ്ങളിൽ നിന്ന് വിട്ടുപോകുന്ന ആളുകൾ മരണം വരെ സ്വീകരിക്കുന്ന ഒരു പേരുണ്ട്. ഇപ്പം നമ്മൾ സോഷ്യൽ മാധ്യമങ്ങളൊക്കെ തുറന്നാൽ ആദ്യം കാണുന്നത് അവരുടെ മുഖമാണ്. എക്സ് മുസ്ലിംസ് അല്ലേ? എക്സ് മുസ്ലിമീങ്ങളുടെ എണ്ണം കൂടുതലാണ്. ആ പേര് തന്നെ സൂചിപ്പിക്കുന്നത് ഇസ്ലാം എന്ന ആദർശത്തിൽ നിന്നൊരാൾ പുറത്തു പോയാൽ അതിനേക്കാൾ നല്ല ഒരവസ്ഥയിലേക്ക് അവൻ ഒരിക്കലും എത്തിച്ചേരുന്നില്ല എന്നാണ്. ഈ എക്സ് വെച്ചിട്ടുള്ള പ്രയോഗത്തിൻ്റെ ഒരു സാങ്കത്യം ഒന്ന് പരിശോധിച്ച് നോക്ക്.
ചെറുതിൽ നിന്ന് വലുതിലേക്ക് വന്ന ഒരാൾ, തിന്മയിൽ നിന്ന് നന്മയിലേക്ക് വന്ന ഒരാൾ തന്നെ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ നിലവിലുള്ള അവസ്ഥയാണ് പറയുക. ഒരിക്കലും മുമ്പ് കഴിഞ്ഞു പോയ അവസ്ഥയിലേക്ക് ചൂണ്ടി ഞാൻ എക്സ് കഥാവക്കഥ ആയിരുന്നു എന്ന് പറയില്ല. ഉദാഹരണം, കള്ളുകുടിച്ച് കഞ്ചാവ് വലിച്ച് താന്തോന്നിയായി നടന്നിരുന്ന ഒരാൾ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മാനസാന്തരപ്പെട്ടു, തൗബ ചെയ്തു. പിന്നെ കുട്ടികളെ നോക്കാൻ തുടങ്ങി, കുടുംബത്തെ നോക്കാൻ തുടങ്ങി, ജോലിക്ക് പോവാൻ തുടങ്ങി, കൃത്യമായി ജമാഅത്തിന് എത്താൻ തുടങ്ങി, സാമൂഹ്യ സേവനത്തിൽ വ്യാപൃതനായി, എല്ലാ നന്മകളും സ്വായത്തമാക്കി. അങ്ങനെ നല്ലൊരവസ്ഥയിലേക്ക് വന്ന ഒരാൾ, തായിബായി സ്വാലിഹായി ജീവിക്കുന്ന ഒരാൾ, ഞാൻ എക്സ് കുടിയനായിരുന്നു, ഞാൻ എക്സ് വലിയനായിരുന്നു എന്ന് പറയോ? ഇല്ല. കാരണം തിന്മയിൽ നിന്ന് നന്മയിലേക്ക് വന്ന ഒരാൾ തൻ്റെ നിലവിലെ സ്റ്റാറ്റസാണ് ലോകത്തോട് വിളിച്ചു പറയുക, മുമ്പ് കഴിഞ്ഞു പോയത് പറയില്ല. ചെറുതിൽ നിന്ന് വലുതിലേക്ക് വന്നാൽ ഒരാളെ SSLC ഫുൾ A+ഓടുകൂടെ പാസ്സായി, +2 ഫുൾ A+ നേടി, ഡിഗ്രിയും ഫസ്റ്റ് റാങ്കോടുകൂടെ പാസ്സായി, അവസാനം IAS നേടി, ജില്ലാ കലക്ടറോ ഏതെങ്കിലും വകുപ്പിലെ സെക്രട്ടറിയോ ഉന്നതമായ ഉദ്യോഗത്തിൽ വിരാജിക്കുന്ന ഒരു വലിയ മനുഷ്യനുമായി തീർന്നാൽ ഒരിക്കലും അയാൾ സ്വയം പരിചയപ്പെടുത്തുമ്പോൾ എക്സ് SSLC, എക്സ് +2 എന്ന് പറയില്ല. കാരണം അദ്ദേഹം ഇന്ന് നിൽക്കുന്നത് എത്രയോ ഉന്നതമായ വിധാനത്തിലാണ്. അപ്പോൾ പിന്നെ പഴയ കാലത്തെ ആ ചെറുപ്പത്തെ വെറുതെ തൻ്റെ പേരിൻ്റെ കൂടെ എഴുന്നള്ളിക്കേണ്ട കാര്യമില്ല. പിന്നെ ആരാണ് എക്സ് ചേർത്തുകൊണ്ട് തൻ്റെ പൂർവ്വകാലത്തിലേക്ക് സൂചന കൊടുക്കുന്നത്? മുമ്പ് വലുതായിരുന്ന ഒരാൾ ഇപ്പോൾ ചെറുതായി. ഉദാഹരണം, ഒരു കാലത്ത് MP ആയിരുന്നു, ഇപ്പോൾ ഒരു പണിയില്ലാതിരിക്കുകയാണ്. ഒരു കാലത്ത് MLA ആയിരുന്നു, ഇപ്പോൾ പ്രത്യേകിച്ച് ജോലിയില്ല, വയസ്സായി, വാർദ്ധക്യത്തിൻ്റെ വിവശതകൾ പേറി വീട്ടിൽ വിശ്രമ ജീവിതം നയിക്കുകയാണ്. അദ്ദേഹം തൻ്റെ പേരിൻ്റെ കൂടെ എക്സ് MP, എക്സ് MLA, എക്സ് മിനിസ്റ്റർ എന്ന് പറയും. കാരണം നിലവിലുള്ള സാഹചര്യം ചെറുതാണ്, മുമ്പുണ്ടായിരുന്നത് വലുതാണ്. അപ്പോഴാണ് എക്സ് എന്ന് ചേർക്കുന്നതിൻ്റെ പ്രാധാന്യം. നിങ്ങൾ നോക്ക്, ലോകത്ത് വേറെ ഏത് ആദർശത്തിൽ നിന്ന് പുറത്തുപോയവനും എക്സ് ഇന്നാലിന്ന ആദർശം എന്ന് പറയാറില്ല. പക്ഷെ ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയവരൊക്കെ വളരെ കൃത്യമായി അവരുടെ മരണം വരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, ഞാൻ എക്സ് മുസ്ലിമാണ്. അതിനർത്ഥം എന്താ? ഇസ്ലാം എന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് പുറത്തുപോയാൽ ഇതിനേക്കാൾ വലുതിലേക്ക് എത്തുന്നില്ല, ഇതിനേക്കാൾ നന്മയിലേക്ക് എത്തുന്നില്ല, ഇതിനേക്കാൾ തിന്മയിലേക്ക്, ഇതിനേക്കാൾ ചെറുതിലേക്ക് അധപ്പതിക്കുക മാത്രമാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ട് എക്സ് മുസ്ലിം എന്ന ഒരൊറ്റ പദത്തെ നമ്മൾ വിശകലനം ചെയ്താൽ ഇതാണ് ശരിയായ പാത, ഇത് മാത്രമാണ് ശരിയായ പാത എന്ന് മനസ്സിലാക്കാൻ വളരെ എളുപ്പത്തിൽ സാധിക്കും. ഇന്നത്തെ കാലത്ത് ഇസ്ലാമിൻ്റെ ആദർശം, സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശം ഓരോന്നോരോന്ന് പ്രത്യേകമായി തഹഖീഖ് ചെയ്യുക, തദ്ഖീഖ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്, ഏറ്റവും അനിവാര്യമായ കാര്യമാണ്. കാരണം ഇസ്ലാം ഇന്ന് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്ന ഒരു മതമാണ്. അതായത് ലോകത്തിൻ്റെ മുഴുവനും നിരീക്ഷണത്തിൻ്റെ മുന്നിലാണ് ഇസ്ലാം. യു ആർ അണ്ടർ CCTV സർവൈലൻസ് എന്നൊരു ബോർഡ് നമുക്ക് കിട്ടിയാൽ നമ്മൾ വളരെ ജാഗ്രതയോടുകൂടെ നിൽക്കും, അല്ലേ? കല്യാണത്തിന് പോയി വാരി വലിച്ച് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ക്യാമറമാൻ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പം നമ്മൾ 1 വറ്റ് 2 വറ്റ് മാന്യന്മാരായി. ഒരു ലൈസൻസും ഇല്ലാതെ റോഡിലൂടെ നമ്മൾ ഓടുമ്പോഴാണ് ക്യാമറ അഹെഡ്, ക്യാമറ മുന്നിൽ വരാൻ പോകുന്നുണ്ട് എന്ന മുന്നറിയിപ്പ്. അപ്പം നമ്മൾ മാന്യന്മാരായി. ബെൽറ്റ് ഇട്ടു എന്ന് ഉറപ്പുവരുത്തി, ബുക്കും പേപ്പറുണ്ടെന്ന് ഉറപ്പുവരുത്തി, എല്ലാ കാര്യങ്ങളും പക്കയായി മുന്നോട്ട് പോകുന്നു എന്ന് ഉറപ്പുവരുത്തും. നിരീക്ഷിക്കപ്പെടുന്നു എന്ന് കണ്ടാൽ ഇസ്ലാമിനെ പഠിക്കുന്ന നാം ഇസ്ലാമിൻ്റെ ഒരു ചെറിയ കാര്യം പോലും അവഗണിക്കാൻ പറ്റാത്ത ഒരു കാലത്താണ് ഇന്ന് ജീവിക്കുന്നത്. എല്ലാം ഇന്ന് വിവാദമാണ്. ഹലാൽ വിവാദം, ജിഹാദ് വിവാദം, വഖഫ് വിവാദം, മദ്രസ വിവാദം, തവസ്സുൽ വിവാദം, ഇസ്തിഗാസ വിവാദം, മൗലിദ് വിവാദം, സിയാറത്ത് വിവാദം, എല്ലാം വിവാദമാണ്. എല്ലാം വിവാദമാകുമ്പോൾ സ്വാഭാവികമായും നൂറുകണക്കിന് സംശയങ്ങൾ, നൂറുകണക്കിന് ചോദ്യങ്ങൾ
നിരന്തരമായി പണ്ഡിതന്മാരായ വിദ്യാർത്ഥികളായ നാം സമൂഹത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നേരിടേണ്ടതായി വരും. രക്ഷയില്ല. അതുകൊണ്ട് ഒരു ഒഴുക്കൻ മട്ടിലുള്ള പഠനം ഇന്നത്തെ കാലത്ത് ശരിയല്ല. ഇസ്ലാമിൻ്റെ ആദർശം എന്താണെന്ന് ഓരോന്നോരോന്നായി വളരെ കൃത്യമായി, സത്യമായി, വ്യക്തമായി, ക്ലിപ്തമായി മനസ്സിലാക്കുക എന്നുള്ളത് ആധുനിക ലോകത്ത് അനിവാര്യമാണ്. അല്ലേ? സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, പഠിക്കുന്നതിൻ്റെ മുമ്പ് എങ്ങനെ പഠിക്കണം എന്നാണ് പഠിക്കേണ്ടത്. പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. 5 സ്റ്റെപ്പുകളിലൂടെയാണ് ശരിയായ പഠനം പൂർണ്ണമാകുന്നത്, മുന്നോട്ട് പോകേണ്ടത് എന്ന് സുഫിയാൻ ഇബ്നു ഉയൈന റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അൽ ഇസ്തിമാഉ, ഓരോ കാര്യവും 2 ചെവിയും കൂർപ്പിച്ച് നല്ലതുപോലെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. സുമ്മൽ ഫഹ്മു, പറയുന്ന കാര്യം അല്ലെങ്കിൽ വായിക്കുന്ന കാര്യം മനസ്സിലാക്കുക, ഗ്രഹിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. സുമ്മൽ ഹിഫ്ലു, അത് മനപാഠമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. സുമ്മൽ അമൽ, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് നാലാമത്തെ കാര്യം. സുമ്മൻ നശ്ർ, ഈ ഇൽമിനെ അടുത്ത ഒരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കാനായി അധ്വാനിക്കുക എന്നുള്ളതാണ് 5ാമത്തെ പടവ്. ഈ 5 സ്റ്റെപ്പുകളും അതിൻ്റെ ക്രമപ്രകാരം പൂർത്തീകരിക്കുമ്പോഴാണ് നമ്മൾ ആദർശം പഠിച്ചു, ദീന് പഠിച്ചു എന്ന് നമുക്ക് സ്വയം സമാധാനിക്കാൻ സാധ്യമാവുകയുള്ളൂ. അതായത് മരണം വരെ നീളുന്ന ഒരു പ്രക്രിയയാണ് ആദർശ പഠനം എന്ന കാര്യം ഇതിലൂടെ വ്യക്തമാണ്. യഥാർത്ഥത്തിൽ ഇന്ന് പണ്ഡിതന്മാർക്ക് പഞ്ഞമില്ല എന്ന് നാം പറയും. പക്ഷേ സമൂഹത്തിൽ ഒരു വിഷയം വരുമ്പോൾ, സോഷ്യൽ മാധ്യമങ്ങളിലൂടെ വിമർശനങ്ങൾ വരുമ്പോൾ അതിനെ കൃത്യമായി മറുപടി പറയാൻ കഴിയുന്ന, ഇസ്ലാമിൻ്റെ സുന്നത്ത് ജമാഅത്തിൻ്റെ ശരിയായ ആദർശത്തെ ജനങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കുന്ന രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിയുന്ന പണ്ഡിതന്മാർ എത്ര എണ്ണമുണ്ട് എന്നുള്ളത് വേദനിപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. അവിടെയാണ് എണ്ണം വല്ലാതെ ചുരുങ്ങിപ്പോകുന്നത്. ശരിയല്ലേ ആ പറഞ്ഞത്? പണ്ഡിതന്മാർ ധാരാളം വരുന്നുണ്ട്, പക്ഷെ പ്രശ്നങ്ങളെ യഥാസമയം യഥോചിതം നേരിടാൻ കഴിയുന്ന, തങ്ങൾ പറയുന്നത് സത്യമാണ് എന്ന് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള ആളുകളുടെ എണ്ണം ദിവസം ചെല്ലുന്തോറും കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു നാട് യഥാർത്ഥത്തിൽ ഒരു നല്ല നാടായി മാറണം എന്നുണ്ടെങ്കിൽ 5 ഘടകങ്ങൾ അവിടെ ഉണ്ടായിരിക്കണം എന്ന് നമ്മുടെ ഭാരതീയ ശ്ലോകങ്ങളിൽ കാണാൻ സാധിക്കും. ധനിക ശ്രോത്രയോ രാജ, നദീ വൈദ്യസ്തു പഞ്ചമ, പഞ്ചയത്രാന വിദ്യന്തേ ന തത്രാ ദിവസം വസേൽ. ചാണക്യൻ മുമ്പ് പറഞ്ഞിട്ടുള്ളൊരു വരിയാണത്. അതായത് ഒരു നാട് നല്ല നാടായി നിൽക്കണമെങ്കിൽ അവിടെ നല്ല വെള്ളം കിട്ടുന്ന ജലാശയങ്ങൾ, നദികൾ ഉണ്ടായിരിക്കണം. ഉദാരമതികളായ സമ്പന്നന്മാർ ഏത് ഖൈറായ കാര്യങ്ങളെയും സാമ്പത്തികമായി പിന്തുണക്കുന്ന ഉദാരമതികൾ അവിടെ ഉണ്ടാവണം. നീതിമാന്മാരായ ഭരണാധികാരികൾ ഉണ്ടാവണം. ജനങ്ങൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ സത്യമേതാണ് അസത്യമേതാണെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ സത്യത്തിലേക്ക് അവരെ വഴി നടത്താൻ പറ്റുന്ന പണ്ഡിതന്മാർ അവിടെ ഉണ്ടാവണം. ആളുകളുടെ പ്രശ്നങ്ങൾക്ക് മറുപടി പറയുന്ന പണ്ഡിതന്മാർ, സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുന്ന പണ്ഡിതന്മാർ ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. ആദരണീയരായ ഷെയ്ഖുന ചെറുശ്ശേരി ഉസ്താദ് മുമ്പ് ക്ലാസ്സിൽ ഒരിക്കൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ഇവിടെ ആലോചിക്കുകയാണ്. ഒരു 2-3 ജീപ്പ് ആളുകൾ എന്തോ ഒരു മസ്അല സംബന്ധമായ ചർച്ചയ്ക്ക് വേണ്ടി ഉസ്താദിനെ കാണാൻ വേണ്ടി ദാറുൽ ഹുദായിൽ വന്നതാണ് സന്ദർഭം. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ വരുമ്പോൾ ക്ലാസ്സിലിരിക്കുമ്പോൾ നമ്മൾ ചോദിക്കും, എന്തിനാ വന്നത്, ആരാ വന്നത്, എന്താണ് വിഷയം. ചിലപ്പോൾ ഒരുപാട് പേജ് നമ്മൾ
ഓതി പഠിക്കുന്നതിനേക്കാൾ ഉപകാരപ്പെടുന്നത് അങ്ങനെയുള്ള ചില അനുഭവങ്ങൾ കേൾക്കുന്നതായിരിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ ഉസ്താദ് ആ കാര്യം പറഞ്ഞു തുടങ്ങിയപ്പോൾ ആരംഭത്തിൽ പറഞ്ഞൊരു വാക്ക് ഞാനിപ്പോൾ ഓർക്കുകയാണ്. നാട്ടിൽ വലിയൊരു പ്രശ്നമുണ്ടായി. പ്രശ്നമുണ്ടായപ്പോൾ അവരാ നാട്ടിലെ ഒരു പണ്ഡിതനെ പോയി കണ്ടു. എല്ലാ കാര്യത്തിലും സജീവമായി ഇടപെടുന്ന ഒരു പണ്ഡിതൻ. ചെന്ന് കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് നമുക്ക് ചമ്മാട് പോയി ചെറുശ്ശേരി ഉസ്താദിനോട് ചോദിക്കാം. അപ്പോൾ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് പറഞ്ഞത്രേ, അത് നിങ്ങളെക്കാൾ കൂടുതൽ ഞങ്ങൾക്കറിയാലോ, അവിടെ പോയി ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നുള്ള കാര്യം നിങ്ങൾ പറയേണ്ട ആവശ്യമില്ല. അതൊരു തമാശയായിട്ട് പറഞ്ഞതാണ്. പക്ഷേ അതിനൊരു വലിയ പൊരുളുണ്ട്. സമൂഹത്തിനാവശ്യമുള്ള പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ സമൂഹം ഓരോ സന്ദർഭത്തിലും നേരിട്ട് കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്ന പണ്ഡിതനെയാണ്. അങ്ങനെയുള്ള പണ്ഡിതന്മാരാവാൻ ഇങ്ങനെയുള്ള പഠനങ്ങളിലൂടെ നമുക്ക് സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആദർശം എങ്ങനെ പ്രചരിപ്പിക്കണം എന്നുള്ളതും പ്രധാനമാണ്. അത് ദാറുൽ ഹിദായ ദർസിൻ്റെ 40ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നാം ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ നീട്ടിപ്പറയേണ്ട കാര്യമില്ല. ആദർശം എങ്ങനെ പ്രചരിപ്പിക്കണം എന്നത് വലിയൊരു വിഷയമാണ്. അതിന് സ്റ്റേജുകൾ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്, പേജുകൾ ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്, വരകളും വരികളും ഉപയോഗപ്പെടുത്തുന്നവരുണ്ട്. ഇപ്പോൾ പുതിയ ലോകത്ത് ദഅവത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടി റീൽസ് ഇടുന്നവരും ഷോർട്സ് ഇടുന്നവരും വരെയുണ്ട്. റീൽസിലൂടെ ദഅവത്ത്, സോഷ്യൽ മീഡിയയിലൂടെ സ്വർഗത്തിൻ്റെ തീരത്തേക്ക് എന്നൊക്കെ പറഞ്ഞ് പല സംവിധാനങ്ങളും നമ്മുടെ നാടാകെ വ്യാപിച്ചിരിക്കുന്നത് കാണാം. ഒക്കെ ഏറിയും കുറഞ്ഞും ഫലമുണ്ടാക്കുന്നതാവും, നാം അതിനെ നിസ്സാരവൽക്കരിക്കുകയല്ല. പക്ഷേ യഥാർത്ഥത്തിലുള്ള ആദർശ പ്രചാരണം എന്ന് പറയുന്നത് എന്താണ്? യഥാർത്ഥത്തിലുള്ള ആദർശ പ്രചാരണം എന്താണെന്ന് ദാറുൽ ഹിദായ ദർസിൻ്റെ വാർഷികത്തിൽ വന്ന് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമില്ല. ഒരു യഥാർത്ഥ സുന്നിയായി, ഒരു യഥാർത്ഥ മുസ്ലിമായി, ഒരു യഥാർത്ഥ മുഅ്മിനായി, ഒരു യഥാർത്ഥ ആലിമായി ജീവിക്കുക എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ആദർശ പ്രചാരണം. ഉദൂ ഇലാ സബീലി റബ്ബിക ബിൽ ഹിക്മ. സാധാരണ നമ്മൾ ഒരു രസത്തിന് വേണ്ടി തന്ത്രപൂർവം പ്രബോധനം ചെയ്യുക എന്നതിന് അർത്ഥം വെക്കാറുണ്ട്. ബിൽ ഹിക്മ, തന്ത്രപൂർവം. മഹാനായ അല്ലാമ ഇബ്നു ഹജർ തങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹി ഹിക്മത്തിനെ വിശദീകരിച്ചത് തന്ത്രം എന്നല്ല, അൽ ഇൽമു വൽ അമൽ. ദീൻ ശരിക്ക് പഠിക്കുക, ആ പഠിച്ചതനുസരിച്ച് ജീവിക്കുക, അതാണ് ശരിയായ ഹിക്മത്ത്. ആ ഹിക്മത്താണ് ഒരു പ്രബോധകന്റെ വജ്രായുധം എന്ന് പറയുന്നത്. അവിടെയാണ് ഷെയ്ഖുന ഉമർ ഉസ്താദിൻ്റെ വിജയം, അവിടെയാണ് ഷെയ്ഖുന മൂര്യാട് ഉസ്താദിൻ്റെ വിജയം. അവർ സുന്നത്ത് ജമാഅത്തിനെ പ്രചരിപ്പിച്ചത് വലിയ ബഹളമയമായ അന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടല്ല, ഒരുപാട് കനപ്പെട്ട വരികൾ എഴുതിയത് കൊണ്ടല്ല, ജീവിതം കൊണ്ടാണ് സുന്നത്ത് ജമാഅത്തിനെ പ്രചരിപ്പിക്കേണ്ടത്. അതാണ് ഏറ്റവും ഹൃദ്യമായ, ഏറ്റവും ഫലപ്രാപ്തിയുള്ള പ്രബോധനം എന്ന് പറയുന്നത്. ഹാലു റജുലിൻ ഫീ അൽഫി റജുലിൻ അൻഫഉ മിൻ വഅലി അൽഫി റജുലിൻ ഫീ റജുൽ. 1000 ആളുകൾ വഅല് പറഞ്ഞ് ഒരു മനുഷ്യനെ നന്നാക്കുന്നതിനേക്കാൾ എത്രയോ എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യം സ്വാലിഹായ ഒരു മനുഷ്യൻ്റെ ജീവിതം കണ്ട് ആയിരക്കണക്കിന് ആളുകൾ നന്നാവുന്നതാണ്. അതാണ് ഷെയ്ഖുനായുടെ ജീവിതം നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ പാഠം. അപ്പോൾ സുന്നത്ത് ജമാഅത്ത് എങ്ങനെ പ്രചരിപ്പിക്കണമെന്ന് ഇവിടെ പഠിപ്പിക്കേണ്ട കാര്യമില്ല, നിങ്ങളത് ലൈവായി വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അമന്ത്രമക്ഷരം നാസ്തി, നാസ്തി മൂലമനൗഷധം, അയോഗ്യ പുരുഷോ നാസ്തി യോജകസ്തത്ര ദുർലഭ. ഇന്ത്യയുടെ മഹത്തായ ഒരു വേദവാക്യമാണത്. മന്ത്രിച്ചൂതാൻ പറ്റാത്ത ഒരു ഹർഫുമില്ല. ഊതാൻ യോഗ്യതയുള്ള ആളുകൾ ഊതുമ്പോൾ ഏത് ഹർഫിനും മന്ത്രഗുണമുണ്ടാവും. അതാണ് അമന്ത്രമക്ഷരം നാസ്തി. മന്ത്രഗുണമില്ലാത്ത അക്ഷരങ്ങളില്ല. നാസ്തി മൂലമനൗഷധം,
ഔഷധ വീര്യമില്ലാത്ത, മരുന്നായി ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു വേര് പോലും ഈ ഭൂമിയിലില്ല. ഏതു സസ്യത്തിലും ഒരുപാട് രോഗങ്ങൾക്കുള്ള ഔഷധം കുടിയിരിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം റഷ്യയിലെ ചില ശാസ്ത്രജ്ഞന്മാർ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന മരുന്ന് വരെ കണ്ടെത്തിയെന്ന് വളരെ ആവേശത്തോടുകൂടെ മാധ്യമങ്ങളിലൂടെ നമ്മൾ വായിച്ചു. ഔഷധ ഗുണമില്ലാത്ത സസ്യങ്ങളില്ല. അയോഗ്യ പുരുഷോ നാസ്തി. ഉള്ളിൽ സ്നേഹത്തിൻ്റെ, നന്മയുടെ, ഖൈറാത്തുകളുടെ, സ്വാലിഹാത്തുകളുടെ, ഹിദ്മാത്തുകളുടെ വലിയ ഒരു കടൽ ഇല്ലാത്ത ഒരു മനുഷ്യനും ഈ ലോകത്തില്ല. എല്ലാ മനുഷ്യരും ഒരുപാട് നന്മകളുള്ളവരാ. പക്ഷേ എന്തേ ആ നന്മകളെ ജനങ്ങൾ കാണാത്തത്? ലോകത്ത് മിക്ക ആളുകളും യോജകസ്തത്ര ദുർലഭ, ഹൃദയത്തിലുള്ള മുത്തിനെ കണ്ടെത്തി അതിനെ വളർത്തി വലുതാക്കാൻ കഴിയുന്ന ഒരു ഗുരുനാഥൻ്റെ മുന്നിൽ എത്തിപ്പെടുന്നില്ല എന്നതാണ് പരാജയം. എല്ലാ മനുഷ്യരും നന്മയുള്ളവരാണ്, എല്ലാ മനുഷ്യരും യോഗ്യതയുള്ളവരാണ്. പക്ഷെ എന്തുകൊണ്ട് ആ നന്മയെ, ആ യോഗ്യതയെ, ആ സുഹൃതങ്ങളെ ലോകം കാണുന്നില്ല എന്ന് ചോദിച്ചാൽ, ലോകത്ത് 99% ആളുകളും നല്ല ഗുരുനാഥന്മാരുടെ സന്നിധിയിൽ വന്നു പെടുന്നില്ല, അതിനവർക്ക് തൗഫീഖ് ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം. ഷെയ്ഖുന ഉമർ ഉസ്താദിനെ പോലെ ഇഖ്ലാസും ഇത്തിബാഉം ആയുധമാക്കിയ, അദബും തവാളുഉം അലങ്കാരമായി അണിഞ്ഞ ഒരു മഹാമനീഷിയായ ഗുരുനാഥൻ്റെ മുന്നിലെത്തിയാൽ ഏത് കുട്ടിയുടെയും, ഏത് മുതഅല്ലിമിൻ്റെയും, ഏത് വിദ്യാർത്ഥിയുടെയും ഉള്ളിലുള്ള ഉള്ളിലുള്ള ആ മുത്ത് പുറത്തു വരും. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ഈ പണ്ഡിത ശ്രേഷ്ഠരെല്ലാം തന്നെ അള്ളാഹുവിൻ്റെ ദാറായ മസ്ജിദുകളെ ഹയാത്താക്കുന്ന, അവൻ്റെ നൂറായ ഇൽമിനെ ഹയാത്താക്കുന്ന, അവൻ്റെ ജാറായ സാധുക്കളും സാധാരണക്കാരുമായ ആളുകൾക്ക് വഴി കാണിക്കുന്ന വലിയ മനുഷ്യന്മാരാണ്. ഒരുപക്ഷെ ആരാരും ശ്രദ്ധിക്കപ്പെടാതെ എവിടെയൊക്കെയോ എരിഞ്ഞു തീരേണ്ട നമ്മുടെ ജീവിതങ്ങളെ നാടറിയുന്ന, നാലാളറിയുന്ന, ജനങ്ങൾ സ്നേഹിക്കുന്ന, ഉമ്മത്ത് ഇഷ്ടപ്പെടുന്ന, ഇന്ന് കാണുന്ന ഈ ശോഭനമായ അവസ്ഥയിലേക്ക് എത്തിച്ചത് നമ്മൾ ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ കൂടെ കുറഞ്ഞ വർഷമെങ്കിലും ഇരുന്നു എന്നതിൻ്റെ സാഫല്യമാണ്. മീറാൻ ഉസ്താദ് ഇവിടെ പറഞ്ഞു, ഞാൻ വലിയ ആളൊന്നുമല്ല, എനിക്കങ്ങനെ അവകാശവാദങ്ങളില്ല. അത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ. അദ്ദേഹം തന്നെ ഇവിടെ പാടിയ ആ കവിതയിൽ വലസ്തു മിൻഹും എന്നതുപോലൊരു വരിയാണ് ഞാൻ വലിയ പ്രതിഭാസമല്ല എന്ന് പറഞ്ഞത്. ബഹുമാനപ്പെട്ട ഉസ്താദിൻ്റെ ശിഷ്യന്മാർ, സബീലുൽ ഹിദായയിൽ നിന്നിറങ്ങിയ ഹുദവി പണ്ഡിതന്മാർ, അവരെത്താത്ത മേഖലകൾ ഇന്ന് ലോകത്ത് അപൂർവമാണ്. UN അസംബ്ലി ഹാളിൽ പോലും ചെന്ന് മുട്ടുവിറക്കാതെ, കണ്ഠമിടറാതെ, മധുര മനോഹരമായ അറബ് ഭാഷയിൽ ലോകത്തെ ഞെട്ടിക്കുന്ന യുവ പണ്ഡിത പ്രതിഭകളെ സൃഷ്ടിച്ചെടുക്കാൻ ബഹുമാനപ്പെട്ടവർക്ക് സാധിച്ചു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും അങ്ങനെയുള്ള 100 കഥകൾ പറയാനുണ്ടാവും. അപ്പം അതെല്ലാം ഈ ഒരു സുഹൃതത്തിൽ നിന്ന് വരുന്നതാണ്. നല്ല ഒരു ഗുരുനാഥൻ്റെ മുന്നിൽ, നല്ല ഒരു ഉസ്താദിൻ്റെ മുന്നിൽ, ഉഖ്റവിയായ ഒരു ആലിമിൻ്റെ മുന്നിൽ വെളിച്ചമായി ജീവിക്കുന്ന, വെളിച്ചം മാത്രം പകരുന്ന ഒരു മനുഷ്യൻ്റെ കൂടെ ജീവിക്കാൻ, അതിൽ നിന്ന് വെളിച്ചം നുകരാൻ സാധിക്കുക എന്നതിനോളം വലിയ സൗഭാഗ്യം എന്തിരിക്കുന്നു. അള്ളാഹു ബഹുമാനപ്പെട്ടവർക്കും നമുക്കെല്ലാവർക്കും ആഫിയത്തോടുകൂടെയുള്ള ദീർഘായുസ്സ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ഖിദ്മത്തുകളിലും അള്ളാഹു ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഈ വലിയ പണ്ഡിതന്മാർ മാത്രം പങ്കെടുക്കുന്ന ഈ വലിയ സദസ്സിൽ എളിയവനായ എനിക്കും ചെറിയൊരവസരം നൽകിയതിൽ വലിയ സന്തോഷവും നന്ദിയും കടപ്പാടും കൃതജ്ഞതയും എല്ലാവരോടും അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയവസന്തമായിട്ടുള്ള സ്വാലിഹ് ഉസ്താദ്, നമ്മൾ ആ മുഖത്ത് നോക്കുമ്പോൾ ഷെയ്ഖുന മൂര്യാട് ഉസ്താദിനെയാണ് കാണുന്നത്. അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. ഉദ്ഘാടനം ചെയ്യാനുള്ള യാതൊരു യോഗ്യതയും എനിക്കില്ല. KC ഉസ്താദിൻ്റെ മനോഹരമായ ക്ലാസ്സിന് വേണ്ടിയാണ് നാം എല്ലാവരും കാതോർക്കുന്നത്. നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടെ, സമ്മതത്തോടെ, പൊരുത്തത്തോടെ
ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന പരിശുദ്ധ വാക്യത്തിൽ ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി വിനീതമായി അറിയിച്ച് അവസാനിപ്പിക്കുന്നു ദുആ വസിയത്തോടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.